ഈ മക്കാം എന്ന പേര് കേൾക്കുമ്പോൾ നമ്മൾ തെറ്റിദ്ധരിക്കുക നമ്മുടെ നാട്ടിൽ വേറെ ചില മക്കാമുകളുണ്ട്. അത് അനിസ്ലാമികമായ ദർഗകളും അതുപോലെ തന്നെ ഖബറുകളും മസാറുകളുമാണ്. ഇവിടെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ മക്കാം എന്ന് പറഞ്ഞ് ഇബ്രാഹിം നബിയുടെ ഖബറോ മസാറോ ദർഗയോ ഒന്നുമല്ല. ഇബ്രാഹിം നബി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാന്യരായ സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരിശുദ്ധമായ മതത്തിൽ ഏറെ പ്രാധാന്യമുള്ള ഒരു വ്യക്തിത്വമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കൂട്ടുകാരനായി തിരഞ്ഞെടുത്തിട്ടുള്ള ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. ഒരു വിശ്വാസിയുടെ ജീവിതവുമായി വളരെയധികം ആത്മബന്ധമുള്ള ഒരു പ്രവാചകനാണ് അദ്ദേഹം. ഒരു ദിവസം പോലും ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ പേര് ഉച്ചരിക്കാതെ ഒരു വിശ്വാസിക്ക് മുസ്ലിമായി ജീവിക്കുക സാധ്യമല്ല. കാരണം അവൻ്റെ 5 നേരത്തെ നമസ്കാരങ്ങളിൽ അവ നിർബന്ധമായിക്കൊണ്ടും ചൊല്ലേണ്ട സ്വലാത്തിൽ, ഇബ്രാഹിമി സ്വലാത്തിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പേരുകൾ ആവർത്തിച്ചു വരുന്നുണ്ട്. അത്രമേൽ പ്രാധാന്യമുള്ള ഒരു വ്യക്തിത്വമാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ. എന്തുകൊണ്ട് ഇത്രമാത്രം വലിയ പ്രാധാന്യം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ലഭിച്ചു എന്ന് ചോദിച്ചാൽ, തൻ്റെ ജീവിത കാലഘട്ടത്തിൽ അനുപമമായ ത്യാഗവും പ്രോജ്വലമായ ഇസ്ലാമിക പ്രബോധനവും കാഴ്ചവെച്ച് അനിതര സാധാരണമായ വ്യക്തിത്വമായി ജീവിച്ച ഒരു വ്യക്തിയായിരുന്നു ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. ആ ഇബ്രാഹിം നബിയുടെ ഒരുപാട് ആസാറുകൾ അദ്ദേഹത്തിൻ്റെ മരണശേഷവും അന്ത്യനാൾ വരെ നിലനിൽക്കണമെന്ന് അള്ളാഹുവിൻ്റെ ഒരു തീരുമാനമാണ്. അതിൽപ്പെട്ട ഒന്നാണ് അദ്ദേഹത്തിൻ്റെ നാമധേയത്തിൽ തന്നെ അറിയപ്പെടുന്ന മഖാം ഇബ്രാഹിം എന്ന് പറഞ്ഞത്. ഈ മഖാം ഇബ്രാഹിം എന്ന് പറയുമ്പോൾ അതിൻ്റെ പിന്നിലൊരു ചരിത്രമുണ്ട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയും തൻ്റെ മകനായ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമയും കൂടിയാണ് കഅബ പുനർനിർമ്മിക്കുന്നത്. വൈദ് യർഫഉ ഇബ്രാഹിമുൽ ഖവാഇദ മിനൽ ബൈത്ത് ഇസ്മായിൽ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയും തൻ്റെ മകനായ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമയും കഅബയുടെ അസ്ഥിവാരത്തിൽ നിന്ന് അതിനെ ഉയർത്തിയ സന്ദർഭം, ആ ഉയർത്തുന്ന രീതി ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസിൽ കാണാം. ഫഇൻദ ദാലിക റഫഅ അൽ ഖവാഇദ മിനൽ ബൈത്ത്. ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും കൂടി അത് ഉയർത്തി. ഫജഅല ഇസ്മായിൽ യഅതി ബിൽ ഹിജാറ. അതൊരു കല്ലുകൊണ്ടുണ്ടാക്കിയതാണ്. കഅബ കല്ലാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അത് കല്ലുകൾ അടുക്കി വെക്കും. ഇസ്മായിൽ നബി കല്ലുകൾ കൊണ്ടുവരും. അങ്ങനെ ഹത്ത ഇദർതഫഅ, അങ്ങനെ കുറച്ച് ഉയരത്തിലേക്കെത്തി, പടവ് ഉയരത്തിലേക്കെത്തിയപ്പോൾ ജാഅ ബിഹാദൽ ഹജരി ഫവദഅഹു ലഹു ഫഖാമ അലൈഹി. അപ്പോൾ ഇനി മുകളിലേക്ക് പടുക്കണമെങ്കിൽ ഒരു കല്ലിൻ്റെ മുകളിൽ നിന്ന് കയറി പടുക്കണം. അങ്ങനെ ഒരു കല്ല് കൊണ്ടുവന്നു. ആ കല്ല് അവിടെ വെക്കുകയും അതിൻ്റെ മുകളിൽ നിന്നുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കഅബയുടെ നിർമ്മാണം പൂർത്തീകരിക്കുകയും ചെയ്തു. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കയറി നിന്ന സ്ഥലം, അതാണ് മഖാം. ഖാമ എന്ന് പറഞ്ഞ് നിന്നു എന്നർത്ഥം. മഖാം എന്ന് പറഞ്ഞ് നിൽക്കുന്ന സ്ഥലം, നിന്ന സ്ഥലം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കഅബാലയത്തിൻ്റെ നിർമ്മാണത്തിന് വേണ്ടി കയറി നിന്ന ഒരു കല്ലാണ് മഖാം ഇബ്രാഹിം. ഈ മക്കാം എന്ന പേര് കേൾക്കുമ്പോൾ നമ്മൾ തെറ്റിദ്ധരിക്കുക നമ്മുടെ നാട്ടിൽ വേറെ ചില മക്കാമുകളുണ്ട്. അത് അനിസ്ലാമികമായ ദർഗകളും അതുപോലെ തന്നെ ഖബറുകളും മസാറുകളുമാണ്. ഇവിടെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ മക്കാം എന്ന് പറഞ്ഞ് ഇബ്രാഹിം നബിയുടെ ഖബറോ മസാറോ ദർഗയോ ഒന്നുമല്ല. ഇബ്രാഹിം നബി കഅബാലയം ഉണ്ടാക്കാൻ വേണ്ടി കയറി നിന്ന സ്ഥലം. ആ കല്ല് കഅബയുടെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. അത് അവിടെ തന്നെ വെക്കുകയും ചെയ്തിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലും അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ ഈ മഖാം ഇബ്രാഹിം ഒരു ദൃഷ്ടാന്തമായി കഅബയെ പോലെ തന്നെ ലോകത്തിൻ്റെ അവസാനം വരേക്കുമുള്ള ആളുകൾക്കൊരു ദൃഷ്ടാന്തമായി അല്ലാഹു സുബ്ഹാനഹു വ തആല അവശേഷിപ്പിച്ചിരിക്കുകയാണ്. അത് ഇബ്രാഹിം നബിയുടെ ജീവിതത്തിൻ്റെ ഒരു ബർക്കത്തും ഇബ്രാഹിം നബിയുടെ ആസാറുകൾക്കുള്ള ഒരു പ്രത്യേകതയുമാണ്. ശുദ്ധ ഖുർആനിൽ ഇതിങ്ങനെ കാണാം. ഇന്ന അവ്വല ബൈത്തി മുദിഅ ലിന്നാസ് ലല്ലദി ബിബക്കത മുബാറകൻ വഹുദൻ ഫീഹി ആയാത്തുൻ ബയ്യിനാത്തുൻ മഖാം ഇബ്രാഹിം. അതിൽ ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആ കഅബാലയത്തിലും അതുപോലെ തന്നെ മക്കയിലും അതിൻ്റെ ചരിത്രത്തിലും ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട്.
അതിൽ പെട്ടതാണ്, ആ ദൃഷ്ടാന്തങ്ങൾ പെട്ടതാണ് മഖാം ഇബ്രാഹിം. മഖാം ഇബ്രാഹിം ഒരു ദൃഷ്ടാന്തമാണ്. എന്താണ് ദൃഷ്ടാന്തം? ഒരു നന്മ ചെയ്ത, അള്ളാഹുവിന് വേണ്ടി ത്യാഗം സഹിച്ച, അള്ളാഹുവിൻ്റെ ദീൻ ഇവിടെ സ്ഥാപിക്കാൻ വേണ്ടി അതിനുവേണ്ടി പോരാടി ജീവൻ പോലും ത്യജിക്കാൻ തയ്യാറ ഒരു ആത്മീയമായ ഒരു ജിഹാദിൻ്റെ ചരിത്രമാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെത്. അത് ലോകം ഓർക്കണം. മാത്രമല്ല, അള്ളാഹുവിൻ്റെ പ്രവാചകനോട് അള്ളാഹു പറഞ്ഞത് വത്തബി മില്ലത്ത് ഇബ്രാഹിം ഹനീഫ, ഇബ്രാഹിം നബിയുടെ മില്ലത്തിനാണ് നിങ്ങൾ പോലും പിൻപറ്റേണ്ടത്. അപ്പം ആ ഒരു ഇബ്രാഹിം നബിയുടെ ആസാറിനെ അള്ളാഹ് പറയാണ്, അത് ദൃഷ്ടാന്തമാണ്, അള്ളാഹുവിൻ്റെ ഒരു ആയത്താണ് മഖാം ഇബ്രാഹിം. അത് നമുക്കുള്ള ദൃഷ്ടാന്തം എന്താണ്? അതൊരു കല്ലാണ്. പക്ഷെ ആ കല്ലിൻ്റെ പ്രത്യേകത, അതിന് ചരിത്ര പശ്ചാത്തലമുണ്ട്. ഒരു കഅബാലയത്തിൻ്റെ പുനർനിർമ്മാണത്തിൽ വലിയ സ്ഥാനമുള്ള ഒരു വലിയ മനുഷ്യൻ കയറി നിന്ന ഒരു ത്യാഗത്തിൻ്റെയും അതുപോലെ തന്നെ സഹനത്തിൻ്റെയും തൗഹീദിൻ്റെയും ജിഹാദിൻ്റെയും കഥ പറയുന്ന ഒരു കല്ലാണ് യഥാർത്ഥത്തിൽ മഖാം ഇബ്രാഹിം. ആ കല്ല് ഹജറുൽ അസ്വദ് പോലെയുള്ള കല്ലല്ല, അത് സ്വർഗത്തു നിന്ന് കൊണ്ടുവന്നതാണ് ഹജറുൽ അസ്വദ്. അതുകൊണ്ട് തന്നെ തൊട്ടുമുത്തൽ ഇസ്ലാമിൽ അനുവദിക്കപ്പെട്ട കാര്യമാണ്, പുണ്യമുള്ള കാര്യമാണ്. പക്ഷേ ഹജറുൽ അസ്വദ് മക്കയിലൊരു ഒരു സാധാരണ കല്ലായിരുന്നു. അത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കഅബ നിർമ്മിക്കാൻ ഉണ്ടാക്കിയപ്പോൾ അതിന് ഒരു പ്രത്യേകത വന്നു. അത് അള്ളാഹു സുബ്ഹാനഹു വതആല നൽകിയ പ്രത്യേകതയാണ്, അള്ളാഹു അതിൻ്റെ ഖുർആനിലൂടെ സ്ഥിരപ്പെടുത്തിയതാണ്. പക്ഷെ അതുകൊണ്ട് തന്നെ ഒരു കല്ലാണ് എന്നുള്ളത് കൊണ്ട് തന്നെ തൊട്ടുമുത്താനോ അതല്ലെങ്കിൽ അതിൽ പ്രത്യേകമായിക്കൊണ്ട് തവറുക്കിൻ്റെ വിഷയങ്ങൾ എടുക്കാനോ ഒന്നും ഇസ്ലാം അനുവാദം നൽകിയിട്ടില്ല, പ്രവാചകൻ അതിന് നിർദ്ദേശിച്ചിട്ടുമില്ല. പിന്നെ എങ്ങനെയാണ് ആ മഖാം ഇബ്രാഹീമിനെ ഒരു ചരിത്രത്തിൻ്റെ നമ്മുടെ ആരാധനയുമായി കൊണ്ട് ബന്ധപ്പെട്ട ഒരു വിഷയത്തിലേക്ക് കടന്നു വരുമെന്ന് ചോദിച്ചാൽ, അള്ളാഹു സുബ്ഹാനഹു വതആല ആയത്തിറക്കുകയാണ്, വഇദ് ജഅൽനൽ ബൈത മസാബത്തൻ ലിന്നാസ് വഅംനൻ വത്തഖിദൂ മിൻ മഖാം ഇബ്രാഹീം മുസല്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മഖാമിനെ നിങ്ങളൊരു മുസല്ലയായി സ്വീകരിക്കണം, നമസ്കരിക്കുന്ന സ്ഥലമാക്കണം. കാരണം അത് കഅബയുടെ തൊട്ടടുത്താണ് നിൽക്കുന്നത്. അതിന് പിന്നീട് ചരിത്രത്തിൽ കാണാൻ കുറച്ച് കാലങ്ങൾക്ക് ശേഷം ഇന്ന് നിലവിലുള്ള മത്താഫിൻ്റെ കഅബയിൽ നിന്ന് കുറച്ച് ദൂരത്തേക്ക് കൊണ്ടുവന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഇന്നുള്ളതുപോലെ തന്നെ അങ്ങനെ ഒരു സ്വർണ്ണപ്പാളികളോ അതല്ലെങ്കിൽ മറ്റുള്ള പാളികളൊന്നും വെച്ചിട്ട് അത് സാധാ കല്ലായി അവിടെ ഉണ്ടായിരുന്നു. ആ മഖാം ഇബ്രാഹീമിൻ്റെ പിന്നിൽ നമസ്കരിക്കണം എന്ന നിർദ്ദേശം അള്ളാഹു സുബ്ഹാനഹു വതആല നൽകി. അതൊരു തൗഹീദിൻ്റെ അടയാളമാണ്. ഒരു തൗഹീദ് പ്രബോധനം ചെയ്ത അള്ളാഹുവിൻ്റെ ഖലീലിൻ്റെ ജീവിതത്തെ അടയാളപ്പെടുത്തുന്നൊരു കല്ലാണ് മഖാം ഇബ്രാഹീം എന്നുള്ളത്. ആ കാരണം കൊണ്ട് തന്നെയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല തവാഫ് കഴിഞ്ഞാൽ കഅബാലയം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഉണ്ടാക്കിയ കഅബാലയത്തെ 7 പ്രാവശ്യം വലയം വെച്ച് കഴിഞ്ഞാൽ 7ാമത്തെ തവണ ഹജറുൽ അസ്വദിന് നേരെ എത്തുമ്പോൾ തവാഫ് അവസാനിച്ചു. പിന്നീട് മഖാം ഇബ്രാഹിമിൻ്റെ പിന്നിൽ പോയി കഅബയിലേക്ക് തിരിഞ്ഞുകൊണ്ട് 2 റക്അത്ത് നമസ്കരിക്കണം. അത് തവാഫിൽപ്പെട്ടതാണ്. ആ തവാഫിൻ്റെ 2 റക്അത്ത് നമസ്കാരം. അവിടെ നമ്മൾ ആലോചിക്കേണ്ടത്, ഈ തവാഫും ഈ കഅബയും ഈ മഖാം ഇബ്രാഹിമൊക്കെ തൗഹീദിൻ്റെ ദൃഷ്ടാന്തങ്ങളാണ്. ഒരു മഹാപ്രവാചകൻ്റെ ചരിത്രം വിളിച്ചു പറയുന്ന വലിയ ആധാറുകളാണ്. ആ കാരണം കൊണ്ട് തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഈ 2 റക്അത്ത് നമസ്കാരത്തിൽ തൗഹീദിൻ്റെ ആയത്തുകളാണ് പാരായണം ചെയ്യേണ്ടത്. അതിൽ ഒന്നാമത്തേതിൽ സൂറത്തുൽ കാഫിറൂൻ അതല്ലെങ്കിൽ സൂറത്തുൽ ഇഖ്ലാസ്, രണ്ടാമത്തേതിൽ സൂറത്തുൽ കാഫിറൂൻ അതല്ലെങ്കിൽ സൂറത്തുൽ ഇഖ്ലാസ്. ഈ രണ്ട് സൂറത്തുകളാണ് യഥാർത്ഥത്തിൽ ഈ 2 റക്അത്തുകളിൽ ഓതേണ്ടത്. കാരണം തൗഹീദിൻ്റെ ഒരു സ്ഥലത്ത്, ഒരു ചരിത്രം പറയുന്ന സ്ഥലത്ത് നമസ്കരിക്കുന്ന നമസ്കാരത്തിൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിശ്ചയിച്ച രീതി അങ്ങനെയാണ്. തൗഹീദിൻ്റെ ആയത്തുകൾ, തൗഹീദിൻ്റെ സ്ഥലങ്ങളിൽ ഒരു മനുഷ്യൻ്റെ മനസ്സിലേക്ക് അതിൻ്റെ ചരിത്രം ഓടിയെത്തുന്ന രൂപത്തിൽ ആണ് അല്ലാഹു സുബ്ഹാനഹു വതആല സംവിധാനിച്ചിട്ടുള്ളത്. അപ്പോൾ സഹോദരന്മാരെ, ഈ മഖാം ഇബ്രാഹിമിൻ്റെ സന്ദേശമെന്ന് പറയുന്നത് തൗഹീദിൻ്റെ സന്ദേശമാണ്. അത് കഅബാലയത്തിൻ്റെ സന്ദേശമാണ്. ഇബ്രാഹിം നബിയുടെ ത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും മാതൃകയുടെയും അടയാളമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ മഖാം ഇബ്രാഹിം, കഅബ പുണ്യമുള്ളതാണ്. അള്ളാഹുവിൻ്റെ അടുക്കൽ 1ാമത്തെ ഭവനമാണ്. ആ ഭവനത്തോട് ചാരി ലോകാവസാനം വരേക്കും
ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കയറി നിന്നൊരു കല്ല്, ആ കല്ലിന് പ്രത്യേകതയുണ്ട്. ഇനി ഒരു കാര്യം കൂടി നമ്മൾ ചിന്തിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല ദീനിൽ നിശ്ചയിച്ചു കൊടുത്തിരിക്കുന്ന വലിയ ആരാധനാ ചിഹ്നങ്ങളുണ്ട്. ആ ചിഹ്നങ്ങളെയൊന്നും കല്ലിനെയും മരമുട്ടിയെയും അതുപോലെ തന്നെ വിഗ്രഹങ്ങളെയും ഒക്കെ ആരാധിച്ചിരുന്ന മക്കയിലെ മുശ്രിക്കുകൾ ഒരിക്കലും മഖാം ഇബ്രാഹിമിനെ ആരാധിച്ചിരുന്നില്ല. അതൊരു വിഗ്രഹമായി അവർ സ്വീകരിച്ചിരുന്നില്ല. ഹജറുൽ അസ്വദ് വിഗ്രഹമായിരുന്നില്ല. കഅബാലയത്തെ അവർ വിഗ്രഹമായി കണ്ടിരുന്നില്ല. ഇത് അള്ളാഹു അതിനെ സംരക്ഷിച്ച സംരക്ഷണത്തിൻ്റെ രീതി നോക്കൂ നിങ്ങൾ. ഒരു കല്ല് കിട്ടിയാൽ ആ കല്ലിനെ വിഗ്രഹമായി തൻ്റെ സഞ്ചിയിൽ കൊണ്ടു നടക്കുന്ന, തൻ്റെ ആരാധനായി, തൻ്റെ ഇലാഹായി കൊണ്ടു നടക്കുന്ന മക്കത്തെ മുശ്രിക്ക് ഹജറുൽ അസ്വദ് എന്ന് പറയുന്ന സ്വർഗത്തെ കല്ല് അവിടെ ഉണ്ടായിട്ടും, മഖാം ഇബ്രാഹിം എന്ന് പറയുന്ന ഇബ്രാഹിം നബിയുടെ പാദസ്പർശമേറ്റ കല്ലവിടെ ഉണ്ടായിട്ടും ആ കല്ലിനൊരു വിഗ്രഹത്തിൻ്റെ സ്ഥാനത്തേക്ക് അവർ പ്രതിഷ്ഠിച്ചിട്ടില്ല. ആ മഖാം ഇബ്രാഹിമിനൊരു വിഗ്രഹത്തിൻ്റെ സ്ഥാനത്തേക്ക് അവർ കണ്ടില്ല. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കല്ലുകളെ സംരക്ഷിച്ച, തൗഹീദിനെ സംരക്ഷിച്ച രീതിയാണ്. അതേസമയത്ത് വേറെ ഏത് കല്ല് കിട്ടിയാലും അതിനെ കൊത്തിച്ചെത്തി മിനുക്കി ഒരു വിഗ്രഹത്തിൻ്റെ രൂപത്തിലാക്കി അതിൻ്റെ മുമ്പിൽ സുജൂദ് ചെയ്യുന്ന, അതിൻ്റെ മുമ്പിൽ ഭക്ഷണം അർപ്പിക്കുന്ന, അതിനുവേണ്ടി നേർച്ച വരുന്ന, അതിനുവേണ്ടി മൃഗങ്ങളെ ബലിയറുക്കുന്ന ഒരു സമുദായത്തിൻ്റെ ഇടയിൽ നിന്നും ആ തൗഹീദിൻ്റെ ശബ്ദത്തെ, തൗഹീദിൻ്റെ ആധാറുകൾ എങ്ങനെയാണ് അള്ളാഹു സംരക്ഷിച്ചത് എന്നുള്ളതിൻ്റെ ചരിത്രം മഖാം ഇബ്രാഹിമിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ വലിയ തൗഹീദിൻ്റെ ചരിത്രമുള്ള ഇബ്രാഹിം നബിയുടെ ഓർമ്മകൾ അയവിറക്കുന്ന ഈ ഒരു സന്ദർഭത്തിൽ ആ ചരിത്രം നമ്മൾ ഓർക്കുക. തൗഹീദാണ് ഇസ്ലാമിൻ്റെ ജീവൻ, തൗഹീദാണ് ഇസ്ലാമിൻ്റെ കാതൽ, തൗഹീദാണ് ഇസ്ലാമിൻ്റെ അടിത്തറ. ഈ ഒരു സത്യമാണ് മഖാം ഇബ്രാഹിം നമ്മുടെ നിലനിൽപ്പ് എന്ന് പറയുന്നത്, നമ്മുടെ മഖാം എന്ന് പറയുന്നത് തൗഹീദാണ്. ഇബ്രാഹിം നബിയുടെ മഖാമും തൗഹീദായിരുന്നു. നാം മറക്കാതിരിക്കുക. അള്ളാഹു നമ്മെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.